പുതിയ മാർപ്പാപ്പ ആരാണെന്നറിയാനുള്ള ലോകത്തിന്റെ കാത്തിരിപ്പ് നീളുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പിൽ രണ്ടാം ദിനം ആദ്യ പകുതിയിലും തീരുമാനമായില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത് കോൺക്ലേവിന്റെ രണ്ടാം ദിവസം ഏറ്റവും അവസാന റൗണ്ടിൽ നടന്ന വോട്ടെടുപ്പിലായിരുന്നു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കർദിനാൾമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ട 89 പേരുടെ വോട്ട് അല്ലെങ്കിൽ പിന്തുണ എത്ര പെട്ടെന്ന് ലഭിക്കും എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺക്ലേവ് നീണ്ടു നിൽക്കാനാണ് സാധ്യതയെന്നും നിരീക്ഷകർ കരുതുന്നു. 12 ദിവസം നീണ്ടു നിന്ന കർദിനാൾമാരുടെ യോഗം ചേർന്നെങ്കിലും ഫ്രാൻസിസ് പാപ്പയുടെ രീതി പിന്തുടരുന്ന കർദിനാളിനാണ് പുതിയ മാർപ്പാപ്പയാകാൻ സാധ്യത എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട്. അതേസമയം യാഥാസ്ഥിതികരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഏറെയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുതിയ പാപ്പ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത കൈവരും. രണ്ടാം ദിനവും തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ നാളെ വീണ്ടും കോൺക്ലേവ് തുടരും.